നാദേന്ദ്രിയം രചന ദക്ഷ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്നൂഞ്ഞേരി. നോ മാൻ, ഇന്നലെ അവൾ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. പക്ഷെ ദാറ്റ്സ് ഓക്കെ. എന്തായാലും അവൾ ഈ കൈകളിലേക്ക് തന്നെ വന്നണയേണ്ടവളല്ലേ. അവൻ തന്റെ വലതുകാരം ഒന്ന് ഉയർത്തി അതിലേക്ക് നോക്കിക്കൊണ്ട് ഒരു പുച്ഛഭാഗത്തോടെ ഫോണിന്റെ അങ്ങേ തലക്കിലുള്ള ആളോട് പറഞ്ഞു. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ആ ഇന്ദ്രൻ കണ്ടുപിടിച്ചവള് കൊള്ളാം. ഇന്നലത്തെ രംഗങ്ങളൊന്നുകൂടി മനസ്സിലേക്ക് ആവാഹിച്ചുകൊണ്ട് അവനൊരു പുച്ഛച്ചിരിയോടെ പറഞ്ഞു. അങ്ങനെ ഒന്നും അല്ലടാ മോനെ, അത് നിനക്ക് ഇവിടെ വന്ന് അവളെ നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവും. അവൻ വഴിയിലൂടെ നടന്നു പോകുന്ന പെൺകുട്ടികളുടെ ശരീരത്തിലേക്ക് ചൂട് നോക്കിക്കൊണ്ട് ഫോണിലുള്ളവനോട് പറഞ്ഞുകൊണ്ടിരുന്നു. അതൊരു രമ്പ തന്നെയാ മോനെ. അവൻ പറഞ്ഞുകൊണ്ട് നേരെ നോക്കിയത് തോളിലൊരു ഹാൻഡ് ബാഗും ഇട്ട് നടന്നു വരുന്നവൾക്ക് നേരെയാണ്. അവളിൽ ഉടക്കി നിന്ന തന്റെ മിഴികളെ പറിച്ചു മാറ്റാൻ കഴിയാതെ അവൻ സ്വയം മറന്ന് അവളെ നോക്കി അങ്ങനെ നിന്നുപോയി. ഇന്ന് നേരത്തെയാണല്ലോ ടീച്ചറെ, കുട്ടികളൊന്നും വന്നിട്ടില്ല. അവൾക്കടുത്ത് സൈക്കിൾ നിർത്തിക്കൊണ്ട് മാധവൻ അവളോട് പറഞ്ഞു. സാരല്ല, ഞാൻ കാത്തുന്നോളാം. അവൾ അയാളെ നോക്കി ചിരിയോടെ പറഞ്ഞ് തോളിലെ ബാഗ് നേരെ ഇട്ടുകൊണ്ട് മുന്നിലേക്ക് നീങ്ങി. അത് കാണെ അവൻ വഴിയരികിൽ നിർത്തിയിട്ടിരിക്കുന്ന ജീപ്പിന്റെ ബോട്ടിൽ നിന്ന് സ്വയം മറന്ന് താഴേക്ക് ഇറങ്ങിക്കൊണ്ട് അവളുടെ മുഖത്ത് വിരിഞ്ഞ പുഞ്ചിരിയിലേക്ക് കണ്ണു വിടർത്തി നോക്കി. അങ്ങേ തലക്കിലുള്ളവൻ പറയുന്ന വാക്കുകളൊന്നും അവന്റെ കാതിലേക്ക് എത്തുന്നില്ല എന്ന് തന്നെ പറയാം. അവളുടെ സാന്നിധ്യം തന്നെ ഒരു പ്രഭയായിരുന്നു. അത്രത്തോളം ആത്മാവിന്റെ പ്രകാശം അവളിൽ നിന്ന് ഉയർന്നിരുന്നു. നീലാകാശത്തിൽ നിന്നിറങ്ങിയ അപ്സരസിനെ പോലെ ഒരുവൾ, കണ്ണുകൾ കുളിരുള്ള കിനാവുകൾ പോലെ അവളുടെ മൃദുലമായ ചിരി അവന്റെ കാലിനെ കുറച്ചു നേരം നിൽക്കാൻ പ്രേരിപ്പിക്കുന്നതായിരുന്നു. അവളുടെ ഓരോ ചെറു ചലനം പോലും നൃത്തം എന്നതുപോലെയാണ്. കാറ്റുപോലും അതിന്റെ ചലനം മറന്നുപോകും വിധം വാക്കുകൾ പൂക്കളിൽ തുളുമ്പുന്ന തേൻ പോലെ മധുരമായിരുന്നു. മുന്നോട്ട് ചലിക്കുന്ന അവളുടെ കാൽപാദങ്ങൾക്ക് കൂട്ടുന്ന പോൽ ആടി ഉലയുന്ന അവളുടെ കാർമേഘ ചുരുൾ പോലെയുള്ള കാർക്കൂന്തൽ, ദീപം പോലെ തിളങ്ങുന്ന കൺമണികൾ, ചുവന്നു തൊടുത്ത അധരങ്ങൾ എല്ലാം അവൻ അവളിലേക്ക് വലിച്ചടുപ്പിക്കുന്നവയായിരുന്നു. ജതി ഡാ. ഫോണിലൂടെ കേൾക്കുന്ന വിളിയൊന്നും അവന്റെ കാതുകളിലേക്ക് എത്തിയില്ല. അവൻ അപ്പോഴും തനിക്ക് എതിർവശം നടന്നു പോകുന്നവളിൽ മിഴികൾ ഉറപ്പിച്ച് നിൽക്കുകയാണ്. ഐ വിൽ കോൾ യു ബാക്ക്. അവൻ പറഞ്ഞുകൊണ്ട് ആ ഫോൺ കോൾ കട്ട് ചെയ്ത് അവൾക്ക് പുറകെ ചെന്നു. ഏയ്! പുറകിൽ നിന്ന് ആരോ വിളിക്കുന്ന കേട്ടതും അവൾ നടത്തുന്നിടത്ത് തിരിഞ്ഞു നോക്കി. തനിക്കരികിലേക്ക് ഒരു ചിരിയോടെ നടന്നു വരുന്നവനെ കണ്ടതും അവൾ ആളെ മനസ്സിലാവാതെ മുഖം ചുളിച്ചു. അവൻ ചിരിയോടെ അവൾക്ക് മുമ്പിൽ വന്ന് നിന്നു. ആരാ? ആൾ അവനെന്ന് ചോദിച്ചു. അത് തന്നെ എനിക്കും അറിയുന്നുണ്ട്. ഹു ആർ യു? അവൻ അവളുടെ ചുവന്ന ചുണ്ടുകളിലേക്ക് തന്നെ മിഴികൾ പതിപ്പിച്ചു വെച്ചുകൊണ്ട് ചോദിച്ചു. അവൾ അവന്റെ ആ നോട്ടത്തിൽ അസ്വസ്ഥയായി തുടങ്ങി. എക്സ്ക്യൂസ് മീ, അവൾ പറഞ്ഞുകൊണ്ട് അവിടുന്ന് പിന്തിരിഞ്ഞടക്കാനാഞ്ഞതും അവൻ ആൾക്ക് മുമ്പിലേക്ക് തൊട്ടിലെന്ന മട്ടിൽ കയറി നിന്നു. ഏയ്, ഇയാളെന്താ ഈ കാണിക്കുന്നത്? വഴിന്ന് മാറും, എനിക്ക് പോണം. അവൾ അവനടുത്ത് നിന്ന് മാറിയുന്നുണ്ട് അവനെ നോക്കി ഈർഷ്യയോടെ പറഞ്ഞു. വാവ്, യു ആർ സോ ബ്യൂട്ടിഫുൾ. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ക്യാൻ ഐ ടച്ച് യു വൺസ്? അവൻ കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് അവളിലൂടെ കണ്ണുകൾ ഓടിച്ച് അവളിലേക്ക് ഒട്ടി വന്നുകൊണ്ട് ചോദിച്ചതും അവളുടെ കൈകൾ അവന്റെ കവിളിൽ പതിഞ്ഞു കഴിഞ്ഞിരുന്നു. അവൻ കവിളിൽ കൈവച്ചുകൊണ്ട് അവൾ വല്ലാത്തൊരു ഭാവത്തിൽ നോക്കി. ഹൗ ഡെയർ യു ടു ടോക്ക് മീ ലൈക്ക് ദിസ്? അവൾ അവൻ ഇരിച്ചുകളയും വിധം നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൻ പക്ഷെ അപ്പോഴും അവൾ തല്ലിയ കവിളിൽ കൈവച്ച് ഒഴിഞ്ഞുകൊണ്ട് അവളെ വഷളം ചിരിയോടെ നോക്കി നിൽക്കുകയാണ് ചെയ്ത്. തന്റെ കയ്യിൽ നിന്നൊന്ന് കൊണ്ടിട്ടും ഒന്നും സംഭവിക്കാത്ത പോലെ തന്നെ നോക്കി ചിരിയോടെ നിൽക്കുന്നവനെ കണ്ടതും അവൾ അറപ്പോടെ മുഖം വിട്ടി തിരിച്ചുകൊണ്ട് നടന്നു നീങ്ങി. അതേ ചിരിയോടെ അവൾക്ക് പുറകെ പോവാനൊരുങ്ങിയവന്റെ തോളിൽ ഒരു കൈയമർന്നും തിരിഞ്ഞു നോക്കിയവൻ കാണുന്നത് തന്നെ നോക്കി ചിരിയോടെ നിൽക്കുന്ന മേഘനയാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെ അവൻ അവിടെ കണ്ടതും ജിത്തു ഒന്ന് പതറി. കഴിഞ്ഞ തവണ നടന്നതെല്ലാം ഒരിക്കൽ കൂടി അവന്റെ ഓർമ്മകളിലേക്ക് വിരുന്നെത്തി. കഴിഞ്ഞ തവണ ഇതേ അമ്പലപ്പറമ്പിൽ വെച്ചാണ് അവന്റെ കയ്യിൽ നിന്ന് പൊതിരെ വാങ്ങിക്കൂട്ടിയത്. അന്ന് ഇവനെ പിടിച്ചു മാറ്റാൻ ഇന്ദ്രൻ വന്നില്ലായിരുന്നെങ്കിൽ ജിത്ത് ഇന്ന് ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു. വന്നു എന്നറിഞ്ഞു, പക്ഷെ ഇത്ര പെട്ടെന്നൊരു കൂടിക്കാഴ്ച, അതും ഇങ്ങനെ ഒന്ന്, അത് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. അവൻ മുന്നിൽ നിൽക്കുന്നവനെ നോക്കി ഒരു കളിയാക്കി ചിരിയോടെ പറഞ്ഞു. എന്തായാലും നടയടി കലക്കി, ഇനിയിപ്പോ പുറകെ വന്നോളൂ. അവൻ മുമ്പിൽ നിൽക്കുന്നവനെ നോക്കി പുച്ഛം നിറഞ്ഞൊരു ചിരിയോടെ പറഞ്ഞു. എന്നാലും ഇത്ര പെട്ടെന്ന് നീ എന്റെ കൈയുടെ ചൂട് മറന്നത് ശരിയായില്ല. അല്ലായിരുന്നേ കഴിഞ്ഞ തവണ തല്ല് വാങ്ങിയ അതേ സ്ഥലത്ത് നിന്ന് വീണ്ടും കണ്ണന്തിരിവ് കാണിക്കാൻ എനിക്ക് തോന്നുമായിരുന്നോ? അത്ര നേരം ചിരിച്ചുകൊണ്ടിരുന്നവന്റെ മുഖഭാവം പെട്ടെന്നാണ് മാറിയത്. ജിത്താനും മറികടന്ന് പോകാൻ തുനിഞ്ഞതും മേഘൻ അവനെ പിടിച്ചു വെച്ചു. നീ അവളോട് എന്താ പറഞ്ഞെന്ന് ഞാൻ ചോദിക്കുന്നില്ല. അതെന്തായാലും നല്ലതൊന്നാവില്ല എന്ന് അവളൊന്ന് പൊട്ടിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. മേഘൻ മുന്നിൽ നിൽക്കുന്നവനെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു. നിന്റെ വിളച്ചിലും കൊണ്ട് നീ ഇനി വീണ്ടും അവൾക്കടുത്തേക്ക് പോയാ? അവൻ ചൂണ്ടുവിരൽ ഉയർത്തി മുന്നിൽ നിൽക്കുന്നവനോട് താക്കിയതോടെ പറഞ്ഞു. കഴിഞ്ഞ തവണ പിടിച്ച പിടുത്തം ഞാൻ ഒന്നുകൂടെ പിടിക്കും. ആ പിടുത്തം പക്ഷേ
ഏത് ദേവേന്ദ്രൻ ഇടയിൽ കയറി വന്നാലും ഞാൻ വിടില്ല. മേഘൻ അവന്റെ തോളിൽ വേദനിക്കുന്ന വിധം തട്ടിക്കൊണ്ട് പറഞ്ഞു. തൽക്കാലം ആ പോയതിന്റെ കാര്യം ഞാൻ വേറൊരുത്തിനെ നോക്കാൻ ഏൽപ്പിക്കുന്നില്ല. അത് ഞാൻ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്തോളാം. മേഘൻ അവന്റെ തോളിൽ നീക്കിയ മർമ്മസ്ഥാനത്തു നിന്ന് പെരുവിരൽ കൊണ്ട് അമർത്തി പറഞ്ഞു. ജിത്ത് വേദനയോടെ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് അവന്റെ പിടിപിടിക്കാൻ നോക്കി. അവൻ പിടിവിട്ടതും അവൻ അവിടെ കൈവച്ചുകൊണ്ട് തോളിയിരിച്ച് നിന്നു. എന്തായാലും അവള് തുടങ്ങി വെച്ചല്ലേ, ഞാനായിട്ട് നിന്നെ കുറക്കുന്നു. തൽക്കാലം മോൻ ഇത് വെച്ച് തൃപ്തിപ്പെട്, ബാക്കി വഴിയെ വന്നോളൂ. മേഘൻ പറഞ്ഞുകൊണ്ട് അവനെ നേരെ പിടിച്ചിർത്തി നെഞ്ച് കലങ്ങി വിധം കൊടുത്തു. അവൻ താഴെ കുനിഞ്ഞിരുന്നു പോയി. പുറകിൽ നിന്നൊരു ആക്രോശം കേട്ടതും മേഘൻ തിരിഞ്ഞു നോക്കി. ബുള്ളറ്റ് സ്റ്റാൻഡിൽ ഇടാൻ പോലും നിൽക്കാതെ തങ്ങൾക്കടുത്തേക്ക് മുണ്ടു മടക്കി കുത്തി രൗദ്രഭാവത്തിൽ നടന്നെടുക്കുന്ന ഇന്ദ്രനെയാണ് അവൻ കണ്ടത്. അയ്യോ, ഇവനൊരുത്തൻ കറക്റ്റ് സമയത്ത് ഇത് ഇവിടുന്ന് പൊട്ടി വീഴുന്നു. മേഘൻ നെറ്റി ഒഴിഞ്ഞോണ്ട് പറഞ്ഞു. ഇനിയിപ്പോ ചേട്ടനും അനിയനും ഒരുമിച്ച് വാങ്ങിക്കൂട്ടിക്കോ. അവൻ താഴെ ഇരിക്കുന്നവനെ നോക്കി പറഞ്ഞുകൊണ്ട് മീശ ഒന്ന് പിരിച്ചു വെച്ച് തങ്ങൾക്കരിയിലേക്ക് പാഞ്ഞെടുക്കുന്നവനെ നോക്കി. മേഘൻ ഉടുത്തിരുന്ന മുണ്ടൊന്ന് മടക്കി കുത്തി തനിക്കടുത്തേക്ക് പാഞ്ഞെടുക്കുന്നവനെ നേടാനെന്ന പോലെ നിന്നും അവന് ഞെട്ടിച്ചുകൊണ്ടിരുന്ന താഴെ കുനിഞ്ഞിരിക്കുന്നവനെ കോളിൽ പിടിച്ച് പൊക്കിയെടുത്ത് അവന് മോക്കിനിട്ട് തന്നെ ആദ്യത്തെ ഇടി പൊട്ടിച്ചിരുന്നു. അത് ശരി, അപ്പൊ ഇങ്ങോട്ടല്ല അങ്ങോട്ടാണ്. മേഘൻ ജിത്തുവിനെ തലങ്ങും വിലങ്ങും തല്ലുന്ന ഇന്ദ്രനെ നോക്കി ചുണ്ടുകൊട്ടിക്കൊണ്ട് പറഞ്ഞു. കൈ പിടിച്ച് തിരിച്ചൊടിച്ചപ്പോൾ അവന്റെ അലറിക്കരച്ചിൽ കേട്ടതും മേഘനൊന്ന് മുഖം ചുളിച്ച് ഇന്ദ്രനെ നോക്കി. ഒരു മയത്തിലൊക്കെ കൊടുക്കണ ദേവേന്ദ്ര, എനിക്ക് ഇടക്കിടക്ക് തരിപ്പ് തീർക്കാനുള്ള ബോഡിയാത്. ജിത്തുവിനെ താഴെയിട്ട് ചവിട്ടിക്കൂട്ടുന്ന ഇന്ദ്രനോടായി മേഘൻ പറഞ്ഞു. അവനത് പറഞ്ഞ അടുത്ത നിമിഷം തന്നെ ഇന്ദ്രൻ താഴേക്ക് കിടന്ന് തന്റെ അടി ഒന്നുപോലും പാഴാക്കാതെ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നവന്റെ മർമ്മസ്ഥാനത്ത് തന്നെ ഒന്ന് തൊഴിച്ചു. നശിപ്പിച്ച് നീ എന്തോന്നാണ് ആ കോപ്പയെ കാണിച്ച്? അതെങ്കിലും എനിക്ക് തള്ളിപ്പൊടിക്കാൻ ബാക്കി വെക്കില്ലായിരുന്നില്ല പുല്ലേ. മേഘൻ എന്നിട്ടും കലി തീരാത്തവനെ പോലെ നിൽക്കുന്ന ഇന്ദ്രന്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു. ഇന്ദ്രൻ അവനൊന്ന് പള്ളിയടിച്ച് നോക്കിക്കൊണ്ട് താഴെ കിടന്നവനെ അവനെ ഷർട്ടിന്റെ കോളിൽ പിടിച്ചു പൊക്കി അവന് നേർക്ക് നിർത്തി. കളിച്ച് കളിച്ച് കുടുംബത്തെ കയറി കളിക്കുന്നോളാ നായേ. അവൻ ജിത്തുവിന്റെ കവളിൽ കുത്തി പിടിച്ചുകൊണ്ട് മുരണ്ടു. ആഹാ, ഇത്ര പെട്ടെന്ന് നീ പണി പറ്റിച്ച? മേഘൻ തന്നെ താടി ഒഴിഞ്ഞ് അടികൊണ്ട് അവശനായി നോക്കി ചോദിച്ചു. അപ്പൊ വെറുതെ അല്ല, ചേട്ടച്ചാരും അനിയൻ കുട്ടനെ ഇങ്ങനെ സ്നേഹിച്ച് നീ കൊത്തിക്കൊത്തില്ല അവന്റെ ചങ്കി കയറി കൊത്തിയല്ലേടാ അനിയൻ കുട്ട. മേഘനൊരാക്കലോടെ ചോദിച്ചുകൊണ്ട് തന്നെ മീശ പിരിച്ചു. അല്ല, ഇപ്പൊ എന്താ ഇന്ദ്രൻ കുഞ്ഞിന് പൊള്ളിയത്? കഴിഞ്ഞ തവണ ഈ ചേട്ടയെ ഞാൻ ഇതുപോലൊന്ന് സ്നേഹിച്ചപ്പോ നീ ചേട്ടച്ചൻ കളിച്ച് ഓടി വന്നല്ലോ എന്നെ പിടിച്ചു മാറ്റാൻ. ഇന്നെന്തേ ആ സ്നേഹം മൊത്തം നീരാവിയായി പോയോ? അവൻ ഇന്ദ്രൻ നോക്കി പുച്ഛത്തിൽ ചോദിച്ചു. ഇന്ദ്രൻ അവൻ അതിനൊന്ന് പല്ലടിച്ച് നോക്കിയതല്ല, അതൊന്നും പറഞ്ഞില്ല. അപ്പൊ കൊള്ളേണ്ടടുത്ത് കൊള്ളേണ്ട പോലെ കൊണ്ടാ നിനക്ക് നോവും അല്ലേടാ ദേവേന്ദ്ര. ഇതുപോലെ തന്നെയാടാ ഇവിടെയുള്ള ബാക്കിയുള്ളവർക്കും പൊള്ളുന്ന്. മഹി വേണ്ട. ഇന്ദ്രൻ ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ട് മേഘനോട് പറഞ്ഞു. എടാ ദേവേന്ദ്ര, നീ ഇത്ര നാളും പാലൂട്ടി വളർത്തിയ മൂർഖൻ. അവൻ പാലുടിച്ച് മതിയായപ്പോ നിന്റെ ചോര കുടിക്കാന്ന് വെച്ചു, അത്രയുള്ളൂ. ഇത് മോൻ ചോദിച്ചു വാങ്ങിച്ചതാ. ഇതുപോലത്തെ വിഷജന്തുക്കൾ ഇനിയുണ്ടല്ലോ നിന്റെ തറവാട്ടില്. എല്ലാത്തിനെയും നീ എങ്ങനെ മേച്ചോണ്ട് നടക്കുന്നടാ? അവൻ താടിയിൽ കൈവച്ച് കാര്യഭാഗത്തിൽ ചോദിക്കുന്ന പോലെ ഇന്ദ്രൻ നോക്കി ചോദിച്ചു. എന്തായാലും ഈ വന്യമൃഗങ്ങൾക്കിടയിലിട്ട് 2 മാൻപേടകളെ വളർത്താൻ കാണിച്ച നിന്റെ മനസ്സുണ്ടല്ലോ, അതിനെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. മേഘൻ ഇന്ദ്രനെ കളിയായിക്കൊണ്ട് പറഞ്ഞു. ഇന്ദ്രൻ കൈ തന്റെ മുമ്പിൽ അടികൊണ്ട് അവശനായി നിൽക്കുന്നവന്റെ കരണത്ത് ഒരിക്കൽ കൂടി പുകച്ചു. അതോടുകൂടി അവൻ അടിതെറ്റി താഴേക്കിരുന്നു പോയി. അന്താടി നീ അടിച്ചത് അങ്കയാണെങ്കിലും അത് വന്ന് കൊണ്ടത് എനിക്കായതുകൊണ്ട് ഞാനത് തിരികെ തരാതിരിക്കുന്നത് മോശമല്ലേ? മേഘം പറഞ്ഞുകൊണ്ട് താഴെ ഇരിക്കുന്നവനെ പിടിച്ചു നോക്കി അവന്റെ കവിളിൽ തന്നെ ഒന്ന് പൊട്ടിച്ചുകൊണ്ട് അവന് വീണ് താഴേക്ക് തള്ളിയിട്ടു. അപ്പൊ കാര്യങ്ങളൊക്കെ സമാസമമായ സ്ഥിതിക്ക് ഞാനങ്ങ് പോവാ. മേഘൻ മടക്കി കുത്തിയിരുന്ന മുണ്ടഴിച്ചിട്ട് താഴെ അടികൊണ്ട് അവശനായി കിടക്കുന്നവനെയും അടി കൊടുത്ത് അവശനായി നിൽക്കുന്നവനെയും നോക്കി ഒന്ന് തലയാട്ടി ചിരിച്ചുകൊണ്ട് മൂളിപ്പാട്ടും പാടി കലാക്ഷേത്ര ലക്ഷ്യം വെച്ച് നടന്നു. എന്തായാലും ടീച്ചറമ്മയുടെ കൈ കൊള്ളാം. അവിടെ മോന്ത പോലെ തന്നെ ഒടുക്കത്തെ ഐശ്വര്യമുള്ള കൈയാ അവൾക്ക്. അവൻ സ്വയം പറഞ്ഞ് കീഴ്ച്ചുണ്ട് കടിച്ചൊന്നും ചിരിച്ചുകൊണ്ട് താടിയും മീശയും ചേർത്തൊന്ന് തഴുകി വിട്ട് താഴെ ഇരുന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നവളെ കട്ടിളപ്പടിയിൽ 2 കൈയും വെച്ച് ചിരിയോടെ നോക്കി നിന്നു. ഭൂവി കൊട്ടിപ്പാടുന്നതിനിടയിൽ തന്നെ നോക്കി അവളക്ഷരം പിടിച്ച് ചിരിയോടെ നിൽക്കുന്നവനെ നോക്കി പേടിപ്പിക്കുന്നുണ്ടെങ്കിലും അവിടെ അതൊന്നും ഏശുന്ന മട്ടില്ല. അവൻ അവളെ നോക്കി ഒറ്റ കണ്ണിറുക്കി ചിരിച്ചുകൊണ്ട് അവൻ സ്ഥിരം ഇരിക്കാറുടെടുത്ത് പോയിരുന്നു. അവൾ അവന്റെ ഒട്ടും പ്രതീക്ഷിക്കാത്ത പ്രവൃത്തിയിലൊന്ന് പതറിയെങ്കിലും അവനെ ഒന്ന് കണ്ണു കുറിപ്പിച്ച് നോക്കിക്കൊണ്ട് പാടുന്നതിൽ ശ്രദ്ധിച്ചു. ഇന്ന് കുറച്ചുകൂടെ ചന്തം കൂടിയാ.
അവൻ മുന്നിൽ കുട്ടികളെ നോക്കി നിറച്ചിരിയോടെ ഇരിക്കുന്നവളെ ആകമൊത്തം നോയിക്കൊണ്ട് ഉള്ളിൽ പറഞ്ഞു, എന്താണ് മേഘനാഥ, നിന്റെ മട്ടും ഭാവമൊന്നും ശരിയല്ലല്ലോ. ആ തിണ്ടികൾ പറഞ്ഞ പോലെ ഇനി ഈ ഇരിക്കുന്നതാണോ നിന്റെ വാരിയല്? അവൻ മുന്നിരിക്കുന്നവളെ നോക്കി ചുണ്ടു തടവിക്കൊണ്ട് സ്വയം ചോദിച്ചു. അവളുടെ ഒടുക്കത്തൊരു ചിരി, ചിരിച്ചിരിച്ച് മനുഷ്യനെ വലക്കാൻ ഇറങ്ങിയിരിക്കുക യക്ഷി. ആ സമയത്ത് തന്നെയാണ് ഭൂവി അവനെ മുഖമുയർത്തി നോക്കിയത്. തന്നെ നോക്കി ചുണ്ടും തടവി ഒരു അവിഞ്ഞ ചിരിയോടെ ഇരിക്കുന്നവനെ കണ്ടതും ആളവനെ നോക്കി കണ്ണുരുട്ടി. നോക്കുന്നുണ്ടില്ലേ വടയക്ഷി. മേഘൻ തന്നെ നോക്കി കണ്ണുരുട്ടുന്നവളെ കണ്ടതും മനസ്സിൽ പറഞ്ഞുകൊണ്ട് ആളെ നോക്കി ശബ്ദം ഉണ്ടാക്കാതെ പല്ലിയടിച്ചുകൊണ്ട് എന്താടിയെന്ന് ചോദിച്ചു. അത് കണ്ടതും ആൾ വേഗം അവരിൽ നിന്ന് മുഖം വെട്ടിച്ച് മാറ്റി. ഈ വളി തന്നെ വെടക്കാക്കുന്ന എല്ലാ ലക്ഷണവും ഞാൻ കാണുന്നുണ്ട് മോനെ നാഥ, സോ ബി കെയർഫുള്ളേ. അവനൊന്നും ഞെളിഞ്ഞിരുന്നുകൊണ്ട് സ്വയം പറഞ്ഞു. ഇത്തിരി കൂടിയേ ഉള്ളൂ, അതുകൂടി കഴിച്ചതിന്റെ പെണ്ണേ നീ. നീലി തന്നെ മടിയിലിരുന്ന് അടുക്കളപ്പുറത്ത് കോഴികൾ നോക്കി ഓരോന്നും പറയാൻ ശ്രമിക്കുന്ന കുഞ്ഞിപ്പിണിന്റെ വായിലേക്ക് പുഴുങ്ങിയ പഴം കൈകൊണ്ടൊന്ന് ഉടച്ചു വെച്ച് കൊടുത്തുകൊണ്ട് പറഞ്ഞു. ആള് പക്ഷെ അത് ഇഷ്ടപ്പെടാതെ തലവെട്ടിച്ച് മാറ്റി അവളോട് പ്രതിഷേധം അറിയിക്കുന്നുണ്ട്. ഓ, തമ്പുരാട്ടി ഇവിടെ വന്നിരിക്കുകയാണോ? അങ്ങോട്ട് വന്നുകൊണ്ട് സൗദാമിനി ചോദിച്ചു. അവൾ കുഞ്ഞിനെയും കൊണ്ട് വേഗം അകത്തേക്ക് നടക്കാനൊരുങ്ങി. എങ്ങോട്ടാടി നീ ഓടുന്ന്? ഇന്നലെ രാത്രി ഞാൻ നിന്നോട് എന്താടി അസത്തെ പറഞ്ഞ്? ഇന്നലെ അവിടെ നടന്നൊന്ന് ആരോടും പറയുന്നെന്ന് പറഞ്ഞിട്ട് നീ എന്താ ചെയ്ത്? അവരവളുടെ കൈ തുടയിൽ പിടിച്ചു നിർത്തിക്കൊണ്ട് അവളോട് ദേഷ്യത്തിൽ പരിഹരിച്ചുകൊണ്ട് ചോദിച്ചു. അവൾ വേദനയോട് അവരുടെ പിടിയിൽ നിന്ന് കൈമോചിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അടങ്ങി നിക്കടി, ഇന്ന് രാവിലെ എന്താടി നീ ഇന്ദ്രനോട് ഓതിക്കൊടുത്ത്? ശീലാവതി കളിച്ചവനെ നിന്റെ സാരിത്തുമ്പി കെട്ടിടാന്ന് വല്ല വിചാരം ഉണ്ടെങ്കിൽ അത് മറക്കുന്ന നിനക്ക് നല്ലത്. ഇല്ലാച്ചാ ഇരു ചെവി അറിയാതെ കൊന്ന് കെട്ടിത്തൂക്കാൻ ഈ സൗദാമിനിക്കറിയാം. അവരവരുടെ കൈത്തോടെ ഞെരിച്ചമർത്തിക്കൊണ്ട് പറഞ്ഞു. ഞാൻ ആരെയും എന്റെ സാരിത്തുമ്പിൽ കെട്ടിയിട്ടിട്ട് ശീലിച്ചിട്ടില്ല, ശീലിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നാൽപ്പാട്ടൊരു തമ്പുരാൻ കുഞ്ഞിന് എനിക്ക് വേണ്ട. ഇല്ലത്തവന്റെ കൈവിട്ടെ, എനിക്ക് പോണം. അവൾ അവരുടെ മുഖത്തേക്ക് നോക്കാതെ അവരുടെ പിടിയിൽ നിന്ന് കൈയയക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. എന്താടി നിന്റെ നാവിനൊരു കനം? ആണൊരുത്തന്റെ ചൂടറിഞ്ഞപ്പോ ഇതുവരെ പൊന്താത്ത നിന്റെ നാവ് പൊന്തി തുടങ്ങിയോ? അവരവരുടെ കൈ പിടിച്ച് ഞെരിച്ചുകൊണ്ട് ചോദിച്ചു. നീലയുടെ കണ്ണുകൾ എത്ര വേണ്ടെന്ന് വെച്ചിട്ട് നീർ പൊടിയുക തന്നെ ചെയ്തു. നാൽപ്പാട്ട് തമ്പുരാട്ടിമാരുടെ ശീലമൊന്നും എനിക്കില്ല. ഞാനേ ഇല്ലിക്കൽ കോവിലത്തെ നാരായണവർമ്മയുടെ മോളാ. എന്റെ അച്ഛൻ എനിക്ക് പകർന്ന സംസ്കാരം അതല്ല. അവൾ ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ തുള്ളികളെ തുടച്ചു മാറ്റാതെ സൗദാമിനിയെ നോക്കി പറഞ്ഞു. അവർ വന്ന ദേഷ്യത്തിൽ അവളെ പിടിച്ച് പുറകിലേക്ക് തള്ളി. താൻ നിലകിട്ടാതെ പുറകിലേക്ക് മറിഞ്ഞു വീഴാൻ പോവുകയാണെന്ന് തോന്നിയ നിമിഷം അവളുടെ കൈകൾ കുഞ്ഞിനെ മാറോടി ചേർന്ന് പൊതിഞ്ഞു പിടിച്ചിരുന്നു. എന്നാൽ പുറകിലേക്ക് വീഴാനാഞ്ഞവളെ ഒരു കൈ വന്ന് ഇടുപ്പിലൂടെ ചുറ്റി തന്നോട് ചേർത്ത് നിർത്തിയത് പെട്ടെന്നായിരുന്നു. കണ്ണുകൾ ഇറുക്കിയടച്ച് പിടിച്ചവൾ ആ സ്പർശനം അറിഞ്ഞതും ആ കണ്ണുകൾ വലിച്ചു തുറന്നു. തന്റെ പുറമേ ഇനിയിപ്പോൾ ആരുടെയോ നെഞ്ചിലമർന്ന നിലയിലാണുള്ളതെന്നറിഞ്ഞതും അവൾ വേഗം അവനിൽ നിന്ന് പിടഞ്ഞു മാറാൻ ശ്രമിച്ചതും ഇടുപ്പിൽ ചുറ്റിയ കൈകളൊന്ന് അമർന്നു. നാൽപ്പാട്ട് സൗദാമിനി തമ്പുരാട്ടി എന്നു മുതലാ കോലോത്ത തമ്പുരാക്കന്മാർക്ക് പെൺകുട്ടികളെ കൂട്ടിക്കൊടുക്കുന്ന ഏർപ്പാട് തുടങ്ങിയത്? ഇന്ദ്രന്റെ ശബ്ദം അവൾക്ക് നേരെ ഉയർന്നു. ഇന്ദ്ര! സൗദാമിനി അവരെ ശാസനയോടെ വിളിച്ചു. നിങ്ങളെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നല്ല അച്ഛമ്മയെ കരുതിയത്. കാര്യം ശരി, നിങ്ങൾക്കുള്ള പിടിക്കില്ലെങ്കിലും ഇവളെ നിങ്ങളൊരു സ്ത്രീ എന്ന രീതിയിലെങ്കിലും പരിഗണിക്കുന്ന ഞാൻ കരുതി. അവൻ അവർ നോക്കിക്കൊണ്ട് ചുണ്ടൂട്ടി പറഞ്ഞു. എന്നാൽ അത് കേട്ടതും അവരവരിൽ നിന്ന് ഇഷ്ടക്കേടോടെ തല വെട്ടിച്ചു മാറ്റിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല. നാൽപ്പാട്ട് തമ്പുരാക്കന്മാരുടെ പെൺമോഹത്തെ പറ്റി ഗർവോടെ പറയുന്നുണ്ടല്ലോ നിങ്ങള്. എന്നാലേ ആ കൂട്ടത്തിൽ എന്നെ എന്റെ അച്ഛനെയും കൂട്ടണ്ട. മരിക്കും വരെ എന്റെ അച്ഛൻ എന്റെ അമ്മയുടെ പാതിവൃത്തത്തിനും അങ്ങേൽക്കും വിധം നടന്ന് ഞാൻ കണ്ടിട്ടില്ല. അതേ അച്ഛൻ വളർത്തിയ മകനാ ഞാൻ. എന്നെ തെക്കോട്ടെടുക്കുമ്പോ നെഞ്ചുപൊട്ടിക്കരയാൻ ഭാര്യയായിട്ടും കാമുകയായിട്ടും എനിക്ക് ഒറ്റൊരുത്തി മതി. അവനത് പറയുമ്പോൾ നീലിയുടെ ഇടുപ്പിൽ ചുറ്റിയിരുന്ന കൈകൾക്ക് മുറുക്കമേറിയിരുന്നു. ഈ തറവാട്ടിലെ ബാക്കിയുള്ളവരെ അളക്കുന്ന അളവ് പോലും കൊണ്ട് ഇന്ദ്രനെ അളക്കാൻ വരല്ലേ അച്ഛമ്മേ. അതൊരിക്കലും നാൽപ്പാട്ട ഇല്ലത്തമ്മയ്ക്ക് നല്ലതിനാവില്ല. അവൻ അവർക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് താക്കീതോടെ പറഞ്ഞു. ഇനി ഒരിക്കലും ഇന്നലെ നിങ്ങളിൽ നിന്ന് വീണ വാക്കുകൾ പോലൊന്നും ആ നാവിൽ നിന്ന് ഇവൾക്ക് നേരെ വരാതിരുന്ന നിങ്ങൾക്ക് നന്ന്. അങ്ങനെയല്ലാച്ചാ ആ നാവിനി ഒരിക്കലും പൊങ്ങാതിരിക്കാനുള്ള വിദ്യയൊക്കെ എനിക്കറിയാം. എന്നെ വെറുതെ പേരുദോഷം കേൾപ്പിക്കാൻ നിൽക്കാതിരിക്കുന്ന അച്ചമ്മയ്ക്ക് നല്ലത്. അവൻ അവരെ നോക്കി അറുത്തുമുറിച്ച് പറഞ്ഞു. നീ ഈ പെണ്ണിന് വേണ്ടി എന്നെ എന്തൊക്കെയാ പറയുന്നത് വല്ല ബോധമുണ്ടോ ഇന്ദ്ര നിനക്ക്? ഞാൻ നിന്റെ അച്ചമ്മയല്ലേടാ? സൗദാമിനി അവന്റെ വാക്കിൽ തീർത്ത ഞെട്ടിൽ നിന്ന് മുക്തിയായിക്കൊണ്ട് ഇന്ദ്രൻ നോക്കി ചോദിച്ചു. ആ ബോധം നിങ്ങൾക്കില്ലല്ലോ, അപ്പൊ എനിക്ക് മാത്രം അതുണ്ടാവേണ്ട കാര്യമില്ല. വയസ്സ് ഇത്രയായിട്ട് നിങ്ങളുടെ ശരീരത്തിന് ക്ഷയരോഗം ബാധിച്ചിട്ടുള്ളൂ. നാവിനൽപ്പം കൂടി ബലം കൂടിയാലേ ഉള്ളൂ. ആ ബലവും വെച്ച് ഇവിടെ നേർക്കിനി വരാൻ നിൽക്കണ്ട. ഇവിടെ കൊണ്ടുവന്ന ഞാനാണെങ്കിൽ മേച്ചോണ്ട് നടക്കാനും ഞാനൊരുത്തം മതി. ഇന്ദ്രൻ അവരെ കണ്ണിൽ നോക്കി ഉറപ്പോടെ പറഞ്ഞുകൊണ്ട് തന്റെ ദേഹത്തേക്ക് ചാഞ്ഞു വരുന്ന കുഞ്ഞിനെ കയ്യിലേക്കെടുത്ത് അവിടുന്ന് പിന്തിരിഞ്ഞ് നടന്നു. പിന്നെ എന്തോന്ന് ഓർത്ത പോലെ അവിടെ നിന്നു. ഡേയ്! ആൻ വിളിച്ചതും ആളൊന്ന് ഞെട്ടിക്കൊണ്ട് അവന് നേർക്ക് തിരിഞ്ഞു. എനിക്കൊരു ഗ്ലാസ് ചായ വേണം, നല്ല കടുപ്പ് തന്നെ ആയിക്കോട്ടെ. ഞാൻ മുകളിൽ എൻ്റെ മുറി കാണും.
അവൻ തന്നെ ഞെട്ടി നോക്കി നിൽക്കുന്നവരോട് പറഞ്ഞുകൊണ്ട് കുഞ്ഞുമായി നടന്നു നീങ്ങി. ഇതൊന്നും മയത്തി പറഞ്ഞാണെന്താ സിംഹത്തിന്? അതെങ്ങനെയാ ഗർജിക്കാതെ പറയാൻ ശീലിച്ചിട്ടില്ലല്ലോ സിംഹരാജൻ. ആൾ മുറുമുറുത്തുകൊണ്ട് അടുക്കളയിലേക്ക് കയറി. സൗദാമിനി അവളെ ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറി. നാളെ രാവിലെ 7:30 മണിയാകുമ്പോൾ വന്നാൽ മതി. നാളെ സാറ്റർഡേ അല്ലേ? ആൾ തനിക്കുമ്പിൽ നിൽക്കുന്ന കുട്ടികളോട് പറഞ്ഞു. അവരാ സമ്മതിച്ചുകൊണ്ട് വേഗം തലയാട്ടി. എന്നാ പോയിക്കോ. ആൾ അവരെ നോക്കി ചിരിയോടെ പറഞ്ഞു. ഓരോരുത്തരായി പുറത്തേക്ക് നടന്നു തുടങ്ങി. എല്ലാവരും പോയി കഴിഞ്ഞിട്ടും ആ ഊഞ്ഞാലിൽ നിന്ന് എഴുന്നേൽക്കാതെ തന്നെ നോക്കിയിരിക്കുന്നവനെ കണ്ടതും അവൾ ബാഗ് എടുത്ത് തോളിലേക്ക് ഇട്ട് കൈകൾ കെട്ടി അവനെ നോക്കി. എന്താ കുഞ്ഞിത്തമ്പുരാന് പോവാൻ ഉദ്ദേശമൊന്നുമില്ലേ? അതോ ഇവിടെ തന്നെ കൂടാൻ തീരുമാനിച്ചോ? ആൾ തന്നെ നോക്കി ചിരിയോടെ ഇരിക്കുന്നവനോടായി കണ്ണുകുറിപ്പിച്ചുകൊണ്ട് ചോദിച്ചു. ടീച്ചർ ഇവിടെ എനിക്ക് കൂട്ടു നിൽക്കുകയാണെങ്കിൽ നമുക്ക് വേണേ ഇന്നിവിടെ പാട്ടും കച്ചേരിക്കായിട്ട് അങ്ങ് കൂടാന്നേ. എന്തു പറയുന്നു ടീച്ചറമ്മേ, കൂടുന്നോ? അവനവളെ നോക്കി ചോദിച്ചുകൊണ്ട് നാവുകൊണ്ട് കവിളന്നൊഴിഞ്ഞു. ഞാൻ ആവശ്യം പറയാനുണ്ടല്ലോ, വലിയ കുഞ്ഞിത്തമ്പുരാനൊന്നും ഞാൻ നോക്കില്ല. കൈനീട്ടി ആ കവിൾ നോക്കി തന്നെ ഒന്ന് തരും ഞാൻ. ആൾ അവനെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു. അവനൊന്ന് ചിരിച്ചുകൊണ്ട് അവിടുന്ന് എഴുന്നേറ്റ് മുണ്ടു മടക്കി കുത്തി അവൾക്കടുത്തേക്ക് ചൂട് വെച്ചു. അതിന് ഞാനെന്ത് അനാവശ്യമായിട്ട് ഈ പൊമ്മി പറഞ്ഞു? പാട്ടും കച്ചേരിയായിട്ട് കൂടാന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അതിന് നീ എന്തിനാടി എന്നെ കൈ നീട്ടി അടിക്കാൻ വരുന്നേ? അവൻ അവളെ നോക്കി ചോദിച്ചുകൊണ്ട് മീശയൊന്ന് പിരിച്ചു. പിന്നെ എന്റെ ബൊമ്മിക്കൊച്ചിന്റെ അടിയുടെ പവർ അത് കുറച്ചു മുന്നേ ഞാൻ കണ്ണുപിടിച്ച് കണ്ടതാ. ഓ, പറയാതിരിക്കാൻ വയ്യ. പടക്കം പൊട്ടുന്ന പോലെയല്ലേ അവനെ കവലത്ത് അടി പൊട്ടിയത്. എന്നാലും ഈ കൈക്ക് ഇത്ര ശക്തിയും ഐശ്വര്യമുള്ള കാര്യം എനിക്ക് ഇന്നാ മനസ്സിലായത്. അവൻ താടി കൈ കൊടുത്തുകൊണ്ട് അവളെ നോക്കി കാര്യഭാഗത്തിൽ പറഞ്ഞു. ആൾക്കാരുടെ പറച്ചിലും ആക്ഷനെല്ലാം കേട്ട് ചിരി വരുന്നുണ്ടെങ്കിലും അതവൾ സമൃദ്ധമായി മറച്ചു പിടിച്ചു. ആ ഇപ്പൊ മനസ്സിലായില്ലേ എന്റെ കൈകൾക്ക് താളം പിടിക്കാൻ മാത്രമല്ല വശമുള്ളതെന്ന്. അതുകൊണ്ട് കുഞ്ഞിത്തമ്പുരാൻ ഒരു കയ്യകലത്തിൽ നിന്നു. അവൾ അവനെ നോക്കി വലിയ കമ്മയിൽ പറഞ്ഞുകൊണ്ട് തോളിലെ ബാഗ് നേരിട്ട് പുറത്തേക്ക് ഇറങ്ങി. നിന്നെ ഞാൻ ഇപ്പൊ കയ്യകലത്തിൽ നിർത്താടി ബൊമ്മി. അവൻ അവളെ നോക്കി തലയാട്ടി പറഞ്ഞുകൊണ്ട് അവൾക്ക് പുറകെ ഇറങ്ങി. അവൾ വാതിൽ പൂട്ടി തിരിഞ്ഞു കാണുന്നത് തന്നെ കാത്തുന്ന പോലെ നിൽക്കുന്നവനെയാണ്. പക്ഷെ അവൾ അവനെ ശ്രദ്ധിക്കാതെ മുന്നോട്ട് നടന്നു നീങ്ങി തുടങ്ങി. അതൊന്നും നോക്കിക്കൊണ്ട് അവനും അവൾക്കൊപ്പം തന്നെ മുന്നോട്ട് നീങ്ങി. എങ്ങനെയാ കണ്ടുപിടിച്ചേ? ആൾ അവനെ നോക്കാൻ മുന്നോട്ട് നടന്നുകൊണ്ട് ചോദിച്ചു. എന്ത്? അവൻ ചോദ്യം മനസ്സിലാവാതെ അവളെ തലയിരിച്ച് നോക്കിക്കൊണ്ട് തിരക്കി. എന്റെ ചരിത്രം ഇങ്ങനെ തപ്പിയെടുത്തു എന്ന് അവൾ അവന് വ്യക്തമായി കൊടുത്തു. ഓ അങ്ങനെ. അതേ ഞാനേ അത്യാവശ്യം പത്രമൊക്കെ വായിക്കുന്ന കൂട്ടത്തിലാ. ഓരോന്നിങ്ങനെ മറിച്ച് പോകുന്ന കൂട്ടത്തിൽ എന്റെ കണ്ണുകളുടക്കിയത് നിന്നിലാ. അത് പറയുമ്പോൾ അവന്റെ ശബ്ദത്തിന് അതുവരെ ഉണ്ടായിരുന്ന കുസൃതി അല്ലായിരുന്നു. അത് മനസ്സിലായിട്ടോ എന്തോ അവളൊരു പെടപ്പോടെ അവനെ നോക്കി. എന്ന് വെച്ചാ അമ്മാതിരി തള്ളല്ലേ അവന്മാരെ എഴുതി തള്ളിയിരിക്കുന്നത്. പോരാത്തതിന് അതിന്റെ ഒത്ത നടുക്ക് വടയക്ഷി കണക്ക് നിറഞ്ഞു നിൽക്കുന്ന നിന്റെ ഒരു നെടുനീളം ഫോട്ടോയും. സത്യം പറയാലോ, നിന്നെ ആ കോലത്തിൽ കണ്ട ആരായാലും അതൊന്ന് നോക്കി നിന്നു പോകും. അവൻ പെട്ടെന്ന് അവന്റെ സ്വതവേയുള്ള കുസൃതി തിരികെ കൊണ്ടുവന്നുകൊണ്ട് പറഞ്ഞു. അവൾ അവനെന്ന് കണ്ണുകുറിപ്പിച്ച് നോക്കിക്കൊണ്ട് അല്പം വേഗത്തിൽ മുന്നോട്ട് നടന്നു. നീ ബൊമ്മി, ഞാനൊരു തമാശ പറഞ്ഞാ. വടയക്ഷിയോളൊന്നും എത്തിയില്ലെങ്കിലും ഒരു മറുതയുടെ ഐശ്വര്യക മുഖത്തുണ്ടായിരുന്നു കേട്ടോ. അവൻ ധൃതിയിൽ നടന്നവളെ നോക്കി വിളിച്ചു പറഞ്ഞു. പട്ടി. അവൾ അവന് നേർക്ക് തിരിഞ്ഞുകൊണ്ട് അവൻ നോക്കി ചുണ്ടനക്കി. അവനവളുടെ ചുണ്ടുകളുടെ അനക്കം മനസ്സിലായിക്കൊണ്ട് മുണ്ടും മടക്കി കുത്തി അവൾക്കടുത്തേക്ക് നടക്കാൻ തുടങ്ങിയതും അവൾ വേഗം അവിടുന്ന് നടന്നു നീങ്ങി. ഇവരുടെ ഈ പ്രവൃത്തികളെല്ലാം വീക്ഷിച്ചുകൊണ്ടിരുന്ന ആളുടെ കണ്ണുകൾ അവര് രണ്ടുപേരെയും തന്റെ വക്രദൃഷ്ടിയോടെ നോക്കുന്നതിനോടൊപ്പം എന്തോന്ന് ചിന്തിച്ചുകൊണ്ട് ആ ചുണ്ടുകളൊന്ന് കൂട്ടി. പുറത്ത് കിഴിവിച്ച് അമർത്തിയപ്പോഴുണ്ടായ വേദനയാൽ അവന്റെ ശബ്ദം അവിടെ ഉയർന്നു കേട്ടു. കാലെടുത്ത് കുത്തിയില്ല, അതിനു മുന്നേ ഓരോ വള്ളിക്കെട്ട് പിടിച്ചോണ്ട് വന്നിരിക്കുക അവൻ. ശിവശങ്കരൻ എണ്ണത്തോളിൽ കിടക്കുന്നവർ നോക്കി പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് ദേഷ്യത്തിൽ തന്റെ തല വെട്ടിച്ചു മാറ്റി. അത് കേട്ടതും വേദന കൊണ്ട് പിടയുന്നവന്റെ ഉള്ളിൽ അയാളോടുള്ള അനിഷ്ടം നിറഞ്ഞു തുടങ്ങി. എന്റെ കുഞ്ഞ് എന്ത് ചെയ്തിട്ടാച്ചാ അവൻ ഇന്ദ്ര ഇങ്ങനെ തല്ലിച്ചാച്ച്? അത് അവൻ ഒറ്റക്കല്ലായിരുന്നു എന്നാ കണ്ടിരുന്നവരിൽ ചിലർ പറഞ്ഞ്. കൂട്ടിന് ആ മംഗളത്തെ സന്തതി ഉണ്ടായിരുന്നു അത്രേ. കഴിഞ്ഞ തവണ എന്റെ കുഞ്ഞിനെ തല്ലിച്ചാച്ച് പോരായിട്ടാ ഇവൻ കാലുകുത്തിയത് വീണ്ടും ഒരു പ്രശ്നത്തിനായിട്ട് കച്ചയും മുറിക്ക് അവനെ ഇറങ്ങിയിരിക്കുന്നത്. അവർ തന്നെ മകനുള്ള വാത്സല്യത്താൽ അവന്റെ തലയിൽ തഴുകി മേഘനുള്ള അനിഷ്ടം വാക്കിൽ നിറച്ചുകൊണ്ട് പറഞ്ഞു. കഴിഞ്ഞ തവണ നിന്റെ മോൻ ചെയ്ത പ്രവൃത്തിക്ക് അവൻ ഇവനെ കൊല്ലാതെ വിട്ടെന്നെ ഭാഗ്യം. എല്ലാം കേട്ടുകൊണ്ടിരുന്ന ആനന്ദൻ എണ്ണത്തോണിൽ ദേഹം മൊത്തം നീര് വന്ന് കിടക്കുന്നവനെ നോക്കി ചുണ്ടുകൂട്ടിക്കൊണ്ട് പറഞ്ഞു. ശിവശങ്കരൻ അവിടെ ഉള്ളതുകൊണ്ട് അതിനുള്ള മറുപടി പറയാൻ നന്ദിയുടെ നാവം നിറച്ചു. അവർ തന്റെ ഭർത്താവിനോട് തോന്നിയ ദേഷ്യം പല്ലിയടിച്ച് തീർത്തു. ഇതിങ്ങനെ വിട്ടാ പറ്റില്ല അച്ഛാ. എന്റെ മോനോട് ചെയ്തതിന് അവനോട് പകരം ചോദിക്കണം. നന്ദിക്ക് ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ തുള്ളികളെ തുടച്ചു നീക്കൊണ്ട് ശിവശങ്കരൻ തമ്പിയെ നോക്കി വാശിയുടെ സ്വരത്തിൽ പറഞ്ഞു.
അതിന് നിന്റെ മോനെ തല്ലിച്ചാച്ചതേ മേഘനാഥനല്ല ഇന്ദ്രനാ. ആനന്ദൻ അവരോട് പുച്ഛത്തോടെ പറഞ്ഞു. ആരായാലും എന്റെ കുഞ്ഞിനെ ഇങ്ങനെ ആക്കിയുള്ള ശിക്ഷ അവർക്ക് കിട്ടിയിരിക്കണം. അതിപ്പോ ഇന്ദ്രനായാലും ചന്ദ്രനായാലും. നന്ദകി ആറ് വാശി പിടിച്ചു പറഞ്ഞു. ശിവശങ്കർ അവരെ ശാസ്ത്രിയുടെ സ്വരത്തിൽ വിളിച്ചു. ആ വിളിയിൽ അവരൊന്ന് പരിങ്ങി. ഒരു 100 ആവർത്തി നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആരോടാ എന്താ പറയുന്നത് നോക്കിയും കണ്ണും പറയണമെന്ന്. ശിവശങ്കരെ ഊന്നുവടി കുത്തി അവർക്കടുത്തേക്ക് വന്നിരുന്നുകൊണ്ട് ദേഷ്യം നിറഞ്ഞ സ്വരത്തിൽ അവരോടായി പറഞ്ഞു. അതുവരെ കത്തി നിന്നവർ അപ്പോൾ അയാളുടെ മുഖമുയർത്തി നോക്കാനൊന്നും മടിച്ചു. ആരെ ശിക്ഷിക്കുന്ന കാര്യം നീ ഇത്ര വാശിയോടെ പറയുന്നത്? ഇന്ദ്രനെയോ? ഞാൻ ജീവിച്ചിരിക്കെ എന്റെ കൊച്ചുമകന് ശിക്ഷ വിധിക്കാൻ മാത്രം വളർന്നോ നന്ദയ്ക്ക് നീ? അയാൾ അവരോട് ശബ്ദമുയർത്തിയതും അവരൊന്ന് വിരണ്ടു. എല്ലാം കേട്ടുകൊണ്ട് കിടന്നിരുന്നതിന്റെ ഉള്ളിൽ ഇന്ദ്രനോടുള്ള വെറുപ്പ് കുമിഞ്ഞുകൂടി. നിന്റെ മോൻ ചെയ്തത് എന്തായാലും അത്ര നല്ല ഒന്നാവില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അല്ലാതെ വെറുതെ പോകുന്നവരെ പിടിച്ചു നിർത്തി തല്ലേണ്ട കാര്യം ഇന്ദ്രനില്ല. ഇല്ലെങ്കിൽ ഈ കിടക്കുന്ന നിന്റെ മോൻ പറയട്ടെ അതങ്ങനെ അല്ലാന്ന്. അയാൾ ഊന്നുവടി എണ്ണത്തോളിൽ കമ്പനി നടക്കുന്ന ജിത്തുവിനെ നൽകി ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. എന്താടാ നീ ചെയ്യാത്ത എന്തെങ്കിലും കാര്യത്തിനാണോ ഇന്ദ്രൻ നിന്നെ തല്ലി ചതച്ച്? ശിവശങ്കർ അവൻ നോക്കി ചോദിച്ചു. അവൻ ദേഷ്യത്തിൽ മുഖം വെട്ടിച്ച് മാറ്റിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല. കണ്ടല്ലോ, തല്ലുകൊണ്ടവരില്ലാത്ത പരാതിയൊന്നും വേറെ ആർക്കും വേണ്ട. അയാൾ തീർപ്പ് പറഞ്ഞു. അത് ഇഷ്ടപ്പെടാൻ നന്ദി പരിഹരിച്ചു. പെരുങ്ങോടാ. ഓ ബ്രാ. അയാൾ താഴ്മയോടെ വിളികേട്ടു. ഇവനെ നന്നായിട്ടൊന്ന് വാട്ടി പിഴിഞ്ഞെടുത്തോ. ഇവിടുന്ന് പോകുന്നവരെ തല്ലുവാങ്ങി കൂട്ടേണ്ട ശരീരമല്ലേ. ചികിത്സാ കാര്യങ്ങളിലൊന്നും ഒരു കുറവും വരുത്തണ്ട. അയാൾ പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് ഊന്നുവടിയുത്തി പുറത്തേക്ക് നടന്നു. അയാൾക്ക് പുറകെ തന്നെ അവർ രണ്ടുപേരെയും നോക്കി ചുണ്ടുകൊട്ടിക്കൊണ്ട് ആനന്ദനും നടന്നു നീങ്ങി. ഇതിനുള്ള നിന്നെ കൊണ്ടൊക്കെ ഞാൻ അനുഭവിപ്പിച്ചിരിക്കോടാ. അമ്പലപ്പറമ്പിലിട്ട് തന്നെ മാറി മാറി അടിച്ചവരുടെ മുഖം മനസ്സിലേക്ക് നിറച്ചുകൊണ്ട് ജീത്ത് ഉള്ളിൽ പറഞ്ഞു. മോനെ. നന്ദയ്ക്ക് അവനിലേക്ക് വന്നിരുന്ന വേദനയോട് അവന്റെ തലയിൽ തഴുകി വിളിച്ചു. അമ്മ കരയണ്ട, ഈ കണ്ണുതിനെ ഞാൻ പകരം ചോദിച്ചിരിക്കും. അത് പറയുമ്പോൾ അവന്റെ മനസ്സിലേക്ക് വന്നത് അവനെ അത്രയും മോഹിപ്പിച്ച 2 പെൺ ശരീരങ്ങളായിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.